ഹലോ everyone. വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ ഇന്ന് എക്കണോമെട്രിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ അസംഷൻ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ വൈ എ ഈസിക്കൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പൊ അതില് നമ്മുടെ എയിം എന്ന് വെച്ചാൽ വൈ എ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വൈ എ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വൈ എ ചേഞ്ച് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് എക്സ് ഐയും യു ഐയും. ആ ഒരു ഇക്വേഷൻ പരിശോധിച്ചാൽ വൈ എ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂസ് ഓഫ് എക്സ് ഐ ആൻഡ് യു ഐ. ബീറ്റ വൺ ബീറ്റ ടു നമ്മൾ അൺനോൺ പാരാമീറ്റേഴ്സ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ വൈ എ ചേഞ്ച് ചെയ്യുന്ന ഈ രണ്ട് വേരിയബിൾസ് ഉള്ള എക്സ് ഐയും യു ഐയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈ എ പ്രിസൈസ്ലി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് എക്സ് ഐയും യു ഐയും സർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കണ്ടീഷൻ അതിനെയാണ് നമ്മൾ അസംഷൻ, സി എൽ ആർ എം അസംഷൻ ആയിട്ട് പറയുന്നത്. സോ സി എൽ ആർ എം അസംഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ റിഗ്രഷൻ അനാലിസിസ് അവർ ഒബ്ജക്റ്റീവ് ഈസ് നോട്ട് ഓൺലി ടു ഒബ്റ്റെയിൻ ബീറ്റ വൺ ഹാറ്റ് ആൻഡ് ബീറ്റ ടു ഹാറ്റ്. വി വുഡ് റാദർ ലൈക്ക് ടു ഡ്രോ ഇൻഫറൻസ് അബൌട്ട് ട്രൂ ബീറ്റ വൺ ആൻഡ് ബീറ്റ ടു. നമുക്ക് മിയർലി ബീറ്റ വൺ ഹാറ്റും ബീറ്റ ടു ഹാറ്റും സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ നിന്നുള്ള അത് മാത്രം എസ്റ്റിമേറ്റ് ചെയ്യാനല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് ആക്ച്വൽ ട്രൂ ബീറ്റ വണ്ണിനെയും ട്രൂ ബീറ്റ ടുവിനെയും പറ്റിയുള്ള ഇൻഫറൻസ് കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യണം. അതാണ് നമ്മുടെ പർപ്പസ്. ഫോർ എക്സാമ്പിൾ, വി വുഡ് ലൈക്ക് ടു നോ ഹൗ ക്ലോസ് ദ ബീറ്റ വൺ ഹാറ്റ് ആൻഡ് ബീറ്റ ടു ഹാറ്റ് ടു ദെയർ കൗണ്ടർ പാർട്ട് ഇൻ ദ പോപ്പുലേഷൻ. ആക്ച്വൽ ബീറ്റാസുമായിട്ട് നമ്മുടെ എസ്റ്റിമേറ്റഡ് ബീറ്റാസ് എന്തോരം വ്യത്യാസമുണ്ട്, എന്തോരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. We have to make certain assumption about the manner in which YA are generated. PR of YA is equal to beta 1 plus beta 2 XI plus UA. It shows that the YA depends on both XI and UA. നമുക്കറിയാം ബീറ്റാസ് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റന്റ് ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. പക്ഷെ വൈ എ ഈ എക്സ് ഐയുടെയും യു യുടെയും വാല്യൂസ് ചെയ്യുന്നതനുസരിച്ച് വൈ എ മാറുന്നുണ്ട്. Therefore, unless we are specific about how XI and UA are created, there is no way we can make any statistical inference about YA and also about beta 1 and beta 2. Thus, the assumption made about XI variables and the error term are extremely critical to the valid interpretation of regression estimate. So, regression estimates in a valid interpretation വേണ്ടി നമ്മൾ എറർ ടേമിനെയും എക്സ്പ്ലനേറ്ററി വേരിയബിളിനെയും കുറച്ച് അസംഷൻസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ അസംഷൻസ് ആണ് സി എൽ ആർ അസംഷൻ. സോ എന്തിന് സി എൽ ആർ അസംഷൻ എന്ന് പറയുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരവാണിത്. നമ്മുടെ ആ ഒരു വാലിഡ് ഇന്റർപ്രിട്ടേഷന് ഈ പറയുന്ന രണ്ടിനെയും പറ്റി കുറച്ച് അസംഷൻസ് നമ്മൾ എടുക്കണം. ആ അസംഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒ എൽ എസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത കേസിൽ, ഈ വയലേഷൻ ഉണ്ടാകുന്ന കേസിൽ നമുക്ക് ഒ എൽ എസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The Gaussian or standard or classical linear regression model, which is a cornerstone to most economic theories, make 10 assumptions. We shall discuss those assumptions. നമുക്ക് ഒരു 10 assumption ആണ് കാണാനായിട്ടുള്ളത്. നമുക്ക് ആ assumptions ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ assumption എന്ന് പറയുന്നത് linear regression model. The regression model should be linear in its parameters, but it may or may not be linear in its variable. അതായത് റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് അത് പാരാമീറ്റേഴ്സിൽ ലീനിയർ ആയിരിക്കണം. ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കാമെങ്കിൽ വൈ എ ഈസിക്കൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ. അപ്പൊ അതിൻ്റെ അകത്ത് ലീനിയർ ആയിരിക്കണം എന്ന് പറയുന്നത് ആ വൈ എയും എക്സ് ഐയും അല്ല ലീനിയർ ആവണമെന്ന് പറഞ്ഞത്. ആ പാരാമീറ്റേഴ്സ്, ആ ബീറ്റ വണ്ണും ബീറ്റ ടുവും ലീനിയർ ആയിരിക്കണം. ലീനിയർ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബീറ്റ വൺ സ്ക്വയറോ ബീറ്റ ടു സ്ക്വയറോ ബീറ്റ വൺ റൂട്ടോ ബീറ്റ ടു റൂട്ടോ അങ്ങനെ ആവാൻ പാടില്ല. അതിന്റെ പവർ വൺ ആയിരിക്കണം, അത് ലീനിയർ ആയിരിക്കും. അതാണ് ആദ്യത്തെ അസംഷൻ. The regression model should be linear in its parameters, may or may not be linear in its variable. ഈ വേരിയബിൾസ് ലീനിയർ ആവുകയോ ആകാതെയോ ഇരിക്കാം. ഇപ്പൊ നമ്മൾ എക്സ്പൊണൻഷ്യലോ ലോഗരിതമിക്കോ നമ്മൾ ഇനി ചോയ്സ് ഓഫ് ഫംഗ്ഷൻ ഫോം പഠിക്കുമ്പോൾ വേറെ ഇപ്പൊ ലീനിയർ അല്ലാത്ത കേസസ് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ വരാം. പക്ഷെ നമുക്ക് അതിവിടെ ബാധകമല്ല. അതിന്റെ പാരാമീറ്റേഴ്സ് ലീനിയർ ആയിരിക്കണം. അതാണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ, എക്സ് വാല്യൂസ് ആർ ഫിക്സഡ് ഇൻ റിപ്പീറ്റഡ് സാമ്പിളിംഗ് ഓർ മോർ ടെക്നിക്കലി എക്സ് ഈസ് അസ്യൂം ടു ബി നോൺ സ്റ്റൊക്കാസ്റ്റിക്. എക്സിന്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കണം. ആണല്ലോ നമ്മൾ റിഗ്രഷന്റെ ഡെഫിനിഷൻ പഠിച്ചത് എങ്ങനെയാ? വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ആവറേജ് വാല്യൂ ഓഫ് വൈ ബൈ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് എക്സ് ഓവർ റിപ്പീറ്റഡ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് റിപ്പീറ്റഡ് ആയിട്ട് നടത്തുമ്പോൾ എക്സിന്റെ വാല്യൂ ഫിക്സഡ് ആയിക്കൊണ്ട് നമ്മൾ വൈയുടെ ആവറേജ് കണ്ടുപിടിക്കും. അവിടെ നമ്മൾ വൈയെ സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടും എക്സിനെ നോൺ സ്റ്റൊക്കാസ്റ്റിക് ആയിട്ടും എടുക്കുന്നു. എന്താ സ്റ്റൊക്കാസ്റ്റിക് നോൺ സ്റ്റൊക്കാസ്റ്റിക് നമ്മൾ വ്യത്യാസം? സ്റ്റൊക്കാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളെ റാൻഡത്തിന്റെ വേറൊരു പേരാണ് സ്റ്റൊക്കാസ്റ്റിക്. നമ്മളിപ്പം ഔട്ട്കം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റ് ആണ് സ്റ്റൊക്കാസ്റ്റിക് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെന്റ്. എന്നാൽ ഔട്ട്കം ഫിസിക്സിലേക്ക് കെമിസ്ട്രിയിലൊക്കെ എക്സ്പെരിമെന്റിൽ നമ്മൾ ഔട്ട്കം നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് ആണ് നോൺ സ്റ്റൊക്കാസ്റ്റിക് എക്സ്പെരിമെന്റ്. സോ അസംഷൻ ഇതാണ്, എക്സ് എന്ന് പറയുന്നത് നോൺ സ്റ്റൊക്കാസ്റ്റിക് ഏരിയ. മൂന്നാമത്തെ അസംഷനിലേക്ക് പോകാമെങ്കിൽ ദ mean value or average value of disturbance term must be zero. That is expected value of ui given the values of xi is equal to zero. നമ്മുടെ ആവറേജ് വാല്യൂ സീറോ ആയിരിക്കണം. നമ്മുടെ യുടെ വാല്യൂ വേരി ചെയ്യാം, പക്ഷെ ഓൺ ആൻ ആവറേജ് നമ്മൾ അതിന്റെ ആവറേജ് എക്സ്പെക്ടഡ് വാല്യൂ എടുക്കുമ്പോൾ അത് നമുക്ക് 0 ആയിട്ട് കിട്ടണം. അതാണ് മൂന്നാമത്തെ അസംഷൻ. നാലാമത്തെ അസംഷൻ എന്ന് വെച്ചാൽ നോ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസ് ടേം. നമ്മുടെ ഡിസ്റ്റർബൻസ് ടേംസ് കൺസിഡർ ചെയ്താൽ അവ തമ്മിലൊരു ഓട്ടോ കോറിലേഷൻ ഉണ്ടാകാൻ പാടില്ല. തമ്മിലൊരു കോറിലേഷൻ, തമ്മിലൊരു ബന്ധം, എറർ ടേമുകൾ തമ്മിൽ ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഗിവൺ എനി ടു എക്സ് വാല്യൂസ് എക്സ് ഐ ആൻഡ് എക്സ് ജെ I not equal to j, the correlation between two ui and uj should not be zero. Should be zero. I'm sorry, should be zero. യുഐയും യുജയും കൺസിഡർ ചെയ്താൽ അതിന്റെ കോറിലേഷൻ അത് സീറോ ആയിരിക്കണം, 0 ആയിരിക്കണം. സോ കോറിലേഷൻ ബിറ്റ്വീൻ ui ആൻഡ് യുജെ ഷുഡ് ബി സീറോ. രണ്ട് എറർ ടേമുകൾ തമ്മിൽ കോറിലേഷൻ ഉണ്ടാകും. നോ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ എറർ ടേംസ്. അതാണ് നാലാമത്തെ അസംഷൻ. അഞ്ചാമത്തെ അസംഷൻ ഒരു ഇമ്പോർട്ടന്റ് അസംഷൻ ആണ്, ഹോമോസ്കെഡാസ്റ്റിസിറ്റി. അതായത് നമ്മുടെ എറർ ടൈമിന്റെ വേരിയൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ്. എറർ ടൈമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് എറർ ടൈമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലാത്തൊരവസ്ഥയുണ്ട്, അതാണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. അതുണ്ടാവാൻ പാടില്ല. എറർ ടൈം വേരിയൻസ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ഹോമോ കോൺസ്റ്റന്റ്, സ്കെഡാസ്റ്റിസിറ്റി സ്പ്രെഡ്. ആ എറർ ടൈമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് വേണം. എറർ ടൈമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അത് ഹെട്രോസ്കെഡാസ്റ്റിക് പ്രോബ്ലം ഉണ്ടാക്കും. അത് സീരിയസ് ഒരു പ്രോബ്ലം ആണ്. നമ്മളത് വയലേഷൻസ് ഓഫ് OLS അസംഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം അതാണ് നമ്മുടെ അഞ്ചാമത്തെ അസംഷൻ. എറർ ടൈം വേരിയൻസ് ഓഫ് എറർ ടൈം ഷുഡ് ബി കോൺസ്റ്റന്റ് ഓർ ഇറ്റ് ഷുഡ് ബി ഹോമോസ്കെഡാസ്റ്റിക്. അടുത്തത് സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ യു ആൻഡ് എക്സ്. എററും എക്സ്പ്ലനേറ്ററി വേരിയബിളും തമ്മിൽ ഒരു കോവേരിയൻസ് ഉണ്ടാകാൻ പാടില്ല. കോവേരിയൻസ് ബിറ്റ്വീൻ എറർ ടേം ആൻഡ് ദി എക്സ്പ്ലനേറ്ററി വേരിയബിൾ y is equal to β1 plus β2 x plus u എന്ന് പറയുന്നത് ആ യുവും എക്സും തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. യു എക്സും സി നമ്മുടെ y ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സിനെ യുവിനെയാണ്. അപ്പം വൈയുമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി യുവിന് ഒരു ബന്ധമുണ്ട്. പക്ഷെ ഈ യു എക്സുമായിട്ട് ഒരു ബന്ധം വെച്ചാൽ നമുക്ക് വൈയെ കറക്റ്റ് ആയിട്ട് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുമോ? വൈയുടെ എഫക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ എക്സും യുവും തമ്മിൽ ബന്ധം ഉണ്ടാകാനായിട്ട് പാടില്ല. അടുത്ത എട്ടാമത്തെ അസംഷൻ, the number of observation n must be greater than number of parameters to be estimated. നമുക്കിപ്പോൾ എത്ര പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യണോ അതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് വേണം. നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷനേക്കാളും കൂടുതൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പോകരുത്. അതാണ് ഏഴാമത്തെ അസംഷൻ. എട്ടാമത്തെ അസംഷൻ, ദർ ഷുഡ് ബി വേരിയബിലിറ്റി ഇൻ എക്സ് വാല്യൂ. നമ്മുടെ എക്സ് വാല്യൂസ് എല്ലാം സെയിം ആകരുത്. എക്സ് വാല്യൂസ് വേരി ചെയ്യണം. എക്സ് വാല്യൂസ് വേരി ചെയ്യണം. അതാണ് നമ്മുടെ എട്ടാമത്തെ അസംഷൻ. ഒമ്പതാമത്തെ അസംഷൻ, ദ റിഗ്രഷൻ മോഡൽ ഷുഡ് ബി കറക്റ്റ്ലി സ്പെസിഫൈഡ്. നമ്മുടെ റിഗ്രഷൻ മോഡൽ കൃത്യമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കവിടെ സ്പെസിഫിക്കേഷൻ ബയാസ് അല്ലെങ്കിൽ എറർ ഉണ്ടാകാൻ പാടില്ല. സ്പെസിഫിക്കേഷൻ ബയാസ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് റിഗ്രഷൻ മോഡൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. പത്താമത്തെ അവസാനത്തെ അസംഷൻ എന്ന് പറയുന്നത്, ദർ ഷുഡ് നോട്ട് ബി പെർഫെക്റ്റ് മൾട്ടി കൊളീനിയാരിറ്റി. നമുക്ക് ഒരു പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ രണ്ട് എക്സ്പ്ലനേറ്ററി വേരിയബിൾ, നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷന്റെ കേസിലാണ് ഈ മൾട്ടി കൊളീനിയാരിറ്റിയുടെ പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉണ്ട്. സപ്പോസ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ y is equal to β1 plus β2 x2 plus β3 x3 plus u എന്ന് പറയുന്നതാണെന്ന് ഇരിക്കട്ടെ. ആ എക്സുകൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അവ തമ്മിലൊരു കൊളീനിയാരിറ്റി ഉണ്ടാകാൻ പാടില്ല. അവ തമ്മിലൊരു കൊളീനിയാരിറ്റി ഉണ്ടായാൽ നേരത്തെ പറഞ്ഞ പോലെ വൈയുടെ കൃത്യമായിട്ടുള്ള പ്രൊഡിക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റത്തില്ല. സോ ഈ 10 അസംഷൻസ് ആണ് CLRത്തിന്റെ അസംഷൻ. CLRത്തിന്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒന്നുകൂടെ ക്വിക്കായിട്ട് നോക്കാമെങ്കിൽ, ഒന്നാമത്തെ അസംഷൻ, ദ റിഗ്രഷൻ മോഡൽ ഷുഡ് ബി ലീനിയർ ഇൻ ഇറ്റ്സ് വേരിയബിൾ. ദ റിഗ്രഷൻ മോഡൽ must be linear in its parameters, though it may or may not be linear in its variables. രണ്ടാമത്തത്, the x values should be fixed or repeated sampling. മൂന്നാമത്തത്, the average value of error time should be zero. നാലാമത്തെ, there should not be autocorrelation among the disturbance term. അഞ്ചാമത്തത്,
there should be homoscedasticity and not heteroscedasticity. ആറാമത്തത് the covariance between u and x should be 0. ഏഴാമത്തെ number of observation must be greater than number of parameters to be estimated. എട്ടാമത്തത് there should be variability in x value. The x in the given sample must not all be the same. ഒമ്പതാമത്തെ the regression model must be correctly specified. There should not be any specification bias. അവസാനത്തെ assumption എന്ന് പറയുന്നത് there is no perfect multi-collinearity എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ OLS അസംഷൻസ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഗെസ്മാർക്കോ തിയറം ഡിസ്കസ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ താങ്ക് യു.